ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 8ാം ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം. ഇപ്പോൾ നിങ്ങൾക്ക് നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ആൻസേഴ്സും നമ്മൾ ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദി 2025-26 ഇപ്പോൾ നിങ്ങൾക്ക് നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബാബ ഓർ ബാബാ കി ചടി കവിതയിൽ നിന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അതിനെ തുടർന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ബിസ്തർ പർ കോൺ ലേട്ടി ഹുയി തി. ആൻസർ ചടിയാണ് കേട്ടോ. രണ്ടാമത് സമാൻ ആശയ വാലി പങ്ക്തിയാം കവിതാം സെ ചുൻകർ ലിഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചടി ബാബാ കാ ഹാത്ത് പക്കഡ്കർ ഉസ്കോ ബാഹർ ലേ ജാനെ കി മദദ് കർത്തി ഹൈ. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ചടി ബാബാ കാ ഹാത്ത് പക്കഡ്കർ ഇതാണ് കേട്ടോ. ഫിർ വോ ഉസ്കാ ഹാത്ത് പക്കഡ്കർ ബാഹർ ലാത്തി ഹൈ. ഈ ഒരു ലൈനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് രണ്ടാമത്തതിൻ്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കവിത ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ് കാ ആശയ ലിഖയാണ് അടുത്തത്. രണ്ടാമത്തതിൻ്റെ ആൻസർ ഫിർ വോ ഉസ്കാ ഹാത്ത് പക്കഡ് കെ ബാഹർ ലാത്തി ഹെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തതിൻ്റെ ആൻസർ ആശയമാണ്. ഇതാണ് ആശയം. മൂന്നാമത്തെ ആൻസർ കവിത ബാബ ഓർ ബാബാ की चढ़ी हिंदी की एक प्रसिद्ध कविता है. ये कविता गुलजार ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് गुलजार जी द्वारा लिखी गई है जो एक अटूट रिश्ते की कहानी प्रस्तुत करती है. कविता में बाबा और उनकी छड़ी के बीच एक गहरा संबंध दर्शाया गया है जिसमें दोनों एक दूसरे के बिना अधूरे हैं. इन पंक्तियों में कवि ने बाबा और उनकी छड़ी के बीच के गहरे आत्मीय और निर्भर संबंध को बहुत सरल ढंग से व्यक्त किया है. बाबा और उनकी छड़ी हमेशा साथ साथ चलते हैं क्योंकि बुढ़ापे में बाबा के लिए छड़ी केवल एक वस्तु नहीं बल्कि सहारा और साथी बन चुकी है. जब बाबा चलने की इच्छा करते हैं तो सबसे पहले वे छड़ी को उठाते हैं जो बिस्तर पर पड़ी होती है. फिर बाबा छड़ी का हाथ पकड़कर बाहर आते हैं. इससे ये स्पष्ट होता है कि बाबा बिना छड़ी के चल नहीं सकते और छड़ी भी बाबा के बिना बेकार है. इन पंक्तियों के माध्यम से कवि ये बताना चाहता है कि बुढ़ापे में मनुष्य को सहारा की आवश्यकता होती है और जीवन में कुछ रिश्ते इतने गहरा होते हैं कि वे एक दूसरे के बिना अधूरे होते हैं. ये कविता हमें सहयोग, संवेदनशीलता और बुजुर्गों के प्रति सम्मान का संदेश देती है. അടുത്തത് സൈക്കിൾ തീവ്സ് ഫിल्मी लेकर ये अंश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे. ബൈസൈക്കിൾ തീവ്സിൽ നിന്നുള്ള പാരഗ്രാഫാണിത്. ഇത് വായിച്ചിട്ട് 4 മുതൽ 6 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പം നാലാമത് സഹി പ്രസ്താവാണ്. അതിന് ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ് കേട്ടോ. ഈ 1 അന്തോണിയോ കോ നൗകരി കെ ലിയെ സൈക്കിൾ की जरूरत थी. അന്തോണിയോ ഗരീബി और भूख से पीड़ित था. അപ്പോൾ 1ഉം 3ഉമാണ് അതിൻ്റെ ആൻസർ വരിക. ഇതാണ് ആൻസർ. ഞാൻ ഈ ടിക്ക് ചെയ്തിരിക്കുന്നത് നാലാമത്തെ ആൻസർ. 5 गरीबी और उदासी की तुलना किससे की गई है क्यों. അഞ്ചാമത്തെ ആൻസർ ആണ് ഈ പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് गरीबी और उदासी की तुलना धूप से की गई है क्योंकि जिस प्रकार धूप सारी जगह पर छाई हुई है उसी प्रकार पूरे देश में गरीबी और उदासी छाई गई है. ആറാമത്തെ അന്തോണിയോ की साइकिल चोरी हो जाती है इस अनुभव पर അന്തോണിയോ की डायरी लिखे. അപ്പോൾ അന്തോണിയോന്റെ ഡയറി അല്ലെങ്കിൽ അന്തോണിയോ की साइकिल चोरी हो जाती है इसका जिक्र करते हुए मित्र के नाम അന്തോണിയോ का पत्र लिखे. അന്തോണിയോ സൈക്കിള് കളവ് പോയതിനെ കുറിച്ച് ഒന്നില്ലെങ്കിൽ അന്നത്തെ ഡയറി എഴുതുക അല്ലെങ്കിൽ ഒന്ന് ലെറ്റർ എഴുതുക. ഈ ഒരു സംഭവം ഫ്രണ്ടിനെ അറിയിച്ചുകൊണ്ടൊരു ലെറ്റർ. ആറാമത്തെ 2 ആൻസേഴ്സ് നമുക്ക് പറയാം. ആദ്യം ഡയറിയാണ്. ഡയറിയിൽ നിങ്ങളൊരു ഡേറ്റ് കൊടുക്കുക. आज का दिन कैसा बोलूं, मेरे जीवन के सबसे भारी दिनों में से एक रहा. सुबह जब मैं काम पर जाने के लिए निकला तब मेरी साइकिल वही गड़ी थी. कुछ ही देर बाद जब लौटा तो वह गायब थी. मेरी आंखें से ढूंढती रही पर साइकिल कहीं नहीं मिली. उस साइकिल के साथ मेरी नौकरी, मेरे घर की रोटी और मेरे बेटे ब्रूनो की उम्मीदें जुड़ी थी.
मन में डर और घबराहट भर गई। ब्रूनो की उदास आंखें देखकर मेरा दिल टूट गया। हम बाजार, गलियों और पुलिस दाने तक गए, लेकिन कोई फायदा नहीं मिला। पहली बार लगा कि गरीबी इंसान को कितना असहाय बना देती है। फिर भी मन की किसी कोने में उम्मीद बाकी है। मैं चाहता हूँ कि साइकिल मिल जाए और मेरे परिवार की मुस्कान वापस लौट आए। आज की रात बहुत लंबी लग रही है, पर मैं ഹാർ നഹി മാനൂങ്ക. ഡയറി കഴിഞ്ഞു. ഇനി നമുക്ക് ലെറ്റർ ആണ്. ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഡയറി അല്ലെങ്കിൽ ഈ ലെറ്റർ ആണ് വേണ്ടത്. അപ്പം അന്തോണി എഴുതുന്ന ലെറ്റർ ആണ്. പ്രിയമിത്ര, നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പം ഞാനിവിടെ നമുക്ക് വേണമെങ്കിൽ നീനുന്നോ എന്തെങ്കിലും കൊടുക്കാട്ടോ. ഞാനിവിടെ നീനുന്ന് കൊടുക്കുന്നുണ്ട്, നീനാന്ന് കൊടുക്കുന്നുണ്ട്. പ്രിയ നീന, आशा करता हूँ तुम स्वस्थ और सुरक्षित हो। मेरे पास आज एक दुखभरी खबर है, इसलिए ये पत्र लिख रहा हूँ। कल शाम को जब मैं काम से लौटा तो देखा कि हमारी साइकिल वहाँ नहीं थी। वह साइकिल जिसे मैंने बड़े गर्व से खरीदा था अब गायब थी। घर वालों का मन टूट गया है। मैंने आसपास बाजार और पड़ोसियों से पूछा, लेकिन अभी तक कोई पता नहीं चला। मुझे बहुत शर्म और पीड़ा दोनों हो रही है, क्योंकि उस साइकिल पर परिवार का भरोसा और हमारी रोजमर्रा की ज़रूरतों जुड़ी थी। अगर तुम्हें किसी ने कोई संदिग्ध खबर या किसी ने साइकिल देखी हो तो तुरंत बताना। साथ ही तुम्हारे पास थोड़े सुझाव हो कि हम क्या करें, दाना चाहिए या और किसी उपाय से ढूंढे तो लिखना। मैं ईमानदारी से चाहता हूँ कि साइकिल वापस मिल जाए, पर अगर नहीं मिली तो हम मिलकर अगला रास्ता निकालेंगे। तुम्हारे साथ की उम्मीद है, तुम्हारा मित्र അന്തോണിയോ സേവാമിൻ നാം പത. ആർക്കാണ് അയക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ജബ് ഹം ധീരെ ചലത്തെ ഹേ എന്നുള്ള പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. വിശേഷൻ ശബ്ദ ചുൻകർ ലിഖി. ഇതിൽ ഖൂബ്സൂരത്താണ് വിശേഷൻ ശബ്ദ. എട്ടാമത്തെ, जब वो संगीत बजाता तो जैसे समा बन जाता था. സഭ ആയിരിക്കും ഇത്, മാ എഴുതിയിരിക്കുന്നത്. इससे आपने क्या समझा. 8. 9. संकेतों की सहायता में मैथियो के चरित्र पर टिप्पणी लिखी. അപ്പോൾ അയാളുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അല്ലെങ്കിൽ संकेतों की सहायता से प्रकृति और कला के बीच अभिन्न संबंध है विषय पर एक लघु लेख लिखी. അപ്പോൾ ഒന്നിലെ മൈത്യോന്റെ എന്ത് ചെയ്യുക, ക്യാരക്ടർ സ്കെച്ച്, അല്ലെങ്കിൽ പ്രകൃതി ഓർ കലാക്കെ ബീച്ച് എന്നുള്ളതിൽ ഒരു ടിപ്പണി ഉണ്ടാക്കുക, ഒരു പാരഗ്രാഫ് എഴുതുക. അപ്പോൾ നമുക്ക് 8ഉം 9ഉം നോക്കാം. എട്ടാമത്തെ 9-ലൊരു ഓർ ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. ഓർ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ വായിച്ചത്. അപ്പോൾ 8, अकार्डियन पर मैथियो की बजाई उतनी खूबसूरत धुनें आई थी. मैथियो दूसरों की भावनाओं के अनुसार संगीत बजाने में निपुण है. 9. मैथियो संगीतकार है. अकार्डियन पर उसकी बजाई खूबसूरत धुनें हवाओं को तिरका देती थी. आधा फ्रेंच आधा इटालियन मैथियो या स्लोवेनिया और इटली के बॉर्डर पर रहता है. वह कला थिएटरों का सबसे छोटा सदस्य है. सब उसे बच्चा बच्चा बुलाते थे, लेकिन जब वह संगीत बजाता तो सभा बंद जाता था. मैथियो का व्यक्तित्व बड़ा आकर्षक है. एक उदाहरण देखिए. बाल कभी में गड़ी महिला के लिए मैथियो ने सुंदर धुन में बजाकर परफॉर्म किया. यह मैथियो की संवेदनशीलता और दूसरों की भावनाओं का महत्व देने वाली प्रकृतियाണ് झलकती है. അഥവാ ഓർ ക്വസ്റ്റ്യൻ നമുക്ക് പ്രകൃതി ഓർ കലാക്കെ ബീച്ച് ആ ഒരു സംഭവമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് 9 തന്നെ ഓർ ക്വസ്റ്റ്യൻ വരുന്നതാണ്. പ്രകൃതി ഓർ കലാക്കെ ബീച്ച് അഭിन्न സംബന്ധ ഹെ, ലഘു ലേഖ് ആണ് കേട്ടോ. प्रकृति और कला का संबंध प्राचीन काल से ही रहा है. मानव ने सबसे पहले अपनी अनुभूतियों को प्रकृति से ही प्रेरित होकर अभिव्यक्त किया. पेड़ पौधे, नदियां, पर्वत, आकाश, पक्षी और ऋतुओं सब कलाकारों के लिए सृजन का स्रोत बने. कला चाहे वह चित्रकला हो, संगीत हो, कविता हो या नृत्य, प्रकृति की ही प्रतिच्छाया है. पक्षियों का मधुर स्वर संगीत की लय देता है. लहरों की गूंज कवियों को छंद लिखने की प्रेरणा देती है और फूलों की कोमलता चित्रकला को रंगीन बनाती है. यह सब मानव की सृजनात्मकता की प्रेरणा भी है.
प्रकृति में हमें सौंदर्य बोध, शांति और गहराई प्रदान करती है और कला उस सौंदर्य को मानव की भीतर जगाकर सृजन में बदल देती है। इसलिए कहा जा सकता है कि प्रकृति और कला एक दूसरे की पूरक ही यानी एक ही सिक्के की दो पहलू है। प्रकृति और कला साहित्य का गहरा संबंध है। प्रकृति ने हमेशा कलाकारों और साहित्यकारों को प्रेरित किया है। कविताओं, चित्रों और संगीत में प्रकृति का वर्णन मिलता है। प्रकृति की सुंदरता, शांति और विविधता को कला और साहित्य में विभिन्न रूपों में दर्शाया जाता है। ഇനി അടുത്തത് 10 10 നമുക്ക് മേരി മാ എന്നുള്ളതിൽ നിന്നുള്ള ലൈൻസ് ആണ്. തുझे सभे पता है न माँ, इस कथन का मतलब क्या है? 11 नवंबर 14 बाल दिवस के अवसर पर आपके स्कूल में एक फिल्मोत्सव का आयोजन हो रहा है. इसमें तारे जमीन पर सिनेमा का प्रदर्शन होने वाला है. അപ്പോൾ താരെ സമീൻ पर പ്രദർശൻ വരെയാണ്. അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അല്ലെങ്കിൽ मुझे भी बोलना का हक है, मेरी बात सुनी जानी चाहिए സന്ദേശ് देते हुए പോസ്റ്റർ തയ്യാർ करे. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സെന്റൻസ് വെച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ 10 11 ഓക്കെ 10 പറയുന്നത് ആൻസർ. इस कथन से ये व्यंजित होता है कि माँ अपने बच्चे की हर भावना, हर परेशानी और हर डर को बिना कहेगी समझ लेती है. बच्चा मानता है कि माँ उसकी सारी स्थिति जानती है, उसे समझती है और उसकी देखभाल करने में कभी गलती नहीं करती. 11 നമുക്ക് പോസ്റ്ററാണ്. 14 നവംബർ 2025 बाल दिवस फिल्मोत्सव तारे ज़मीने पर फिल्म प्रदर्शन सरकारी उच्चतर माध्यमिक विद्यालय उमनी सुबह 10 बजे ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ. സബ്കാ ഹാർദിക് സ്വാഗത്. ഇനി 11 ബി ആണിത്. അതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നതാണ്. 11 തന്നെയാണ്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഇത് കേട്ടോ. हमें डांटने से पहले सुनिए, समझने की कोशिश कीजिए, क्योंकि सम्मान से सुनी गई बात आत्मविश्वास बन जाती है. ഇതിലൊരു കുട്ടിയുടെ പിക്ചറോ എന്തെങ്കിലും വരയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. കുട്ടിയുടെ പിക്ചറോ എന്തെങ്കിലും വരയ്ക്കുക കേട്ടോ. പിക്ചർ ബുക്കൊക്കെ ആയിട്ട്. അടുത്തത് ഹാജി കി കഹാനി എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹാജി കി കഹാനി ആദ്യത്തെ നമുനയ്ക്ക് അനുസാർ ലിഖയാണ്. അപ്പം നമ്മൾ ഈ റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ലുവാന സ്റ്റേജ് പർ ഗാനെ ലഗി ഫില്ല് ചെയ്തിട്ടുണ്ട്. 13 ഈ തന്നിരിക്കുന്ന വാക്യവിസ്താർ ചെയ്യാനാണ്. പ്രൊഫസർ പാൽത്തേ ഹേ തന്നുണ്ട്. അടുത്ത് പ്രൊഫസർ കുത്തേക്കോ പാൽത്താ ഹെ, പ്രൊഫസർ ഷാൻദാർ കുത്തേക്കോ പാൽത്താ ഹെ, പ്രൊഫസർ ഷാൻദാർ കുത്തേക്കോ ഗർമേം പാൽത്താ ഹെ. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ദെൻ 14 14 നമുക്ക് താരെ ജമീൻ പർ തന്നെയാണ്. 14 താരെ ജമീൻ പർ അല്ല, ഹാജി കി കഹാനിയിൽ നിന്നുള്ള ഒരു കോൺവെർസേഷൻ ആണ് 14. അത് ആദ്യം നോക്കാം. पत्नी, ये पिल्ला कहाँ से लाए आप? प्रोफेसर, आज सड़क पर मिला, बहुत अकेला और कमजोर था. पत्नी, लेकिन घर में कुत्ता, ये तो गंदगी करेगा. प्रोफेसर, नहीं, ये बहुत प्यारा और समझदार है, देखो कितना शांत है. पत्नी, मैं इस पसंद नहीं करती हूँ. प्रोफेसर, देखो कितना सुंदर लग रहा है ये पिल्ला. पत्नी, या क्या इसे यही रखना ज़रूरी है? प्रोफेसर, हाँ, हम इसे हमारी देखभाल की ज़रूरत है, मैं इसका ध्यान रखूँगा. पत्नी, इसका नाम क्या रखेंगे? प्रोफेसर, मैं इसे हाजी कहूँगा. पत्नी, ठीक है, अगर ये अच्छा रहा तो रहने दो. प्रोफेसर, धन्यवाद, देखना हाजी हमारा अच्छा दोस्त बनेगा. അപ്പം 14ൻ്റെ ആൻസറാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്ക് 15 നോക്കാം. 15 സഹി വികൽപ്പാണ്. ആൻസർ ഇതാണ്. വഹ് പ്ലസ് കി ഉസ്കി ആണ് കേട്ടോ. 15ൻ്റെ ആൻസറാണ് वह प्लस की उसकी. 16 तारे जमीन पर सिनेमा में हमें क्या संदेश मिलता है? 16ൻ്റെ ആൻസറാണ് പറയാൻ പോണത്. 14 പറഞ്ഞു, 15 പറഞ്ഞു, 16 കേട്ടോ. हर बच्चा घास होता है, हमें बच्चों की क्षमताओं को समझने की ज़रूरत है. 16ൻ്റെ ആൻസറാണിത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 17. ചിത്ര കെ ആധാർ പർ 2 വാക്യ ലിഖയാണ്. തന്നിരിക്കുന്ന ചിത്രത്തിനെ കുറിച്ച് 2 വാക്യങ്ങൾ എഴുതാൻ പറഞ്ഞു. 3 എഴുതിയിട്ടുണ്ട്. ലഡ്ക സൈക്കിൾ ചലാത്താ ഹെ, ലഡ്ക ബഹുത് ഖുഷി കെ സാത്ത് സൈക്കിൾ ചലാത്താ ഹെ, ലഡ്കിയാം ചൽ രഹി ഹെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 17 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. തുടർന്നും എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ തുടർന്നും കാണുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.